ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മാച്ചൊക്കെ നമ്മൾ പണ്ട് റെഡിയാക്കിയിട്ടൊക്കെ തന്നെയാണ് ഗൈസ് കളിക്കാനും കാര്യങ്ങളിലൊക്കെ നമ്മൾ വന്നിട്ടുള്ളത്. വല്ല നെറ്റിൻ്റെ എല്ലാ കണക്ഷനും ഉണ്ടെങ്കിൽ അല്ലല്ലെന്നാ പറഞ്ഞു ഗൈസ്. പ്രശ്നം നമുക്ക് കളിക്കാം ഗൈസ്, നമുക്ക് പേടിക്കൊന്നും വേണ്ട, നല്ലോണം കളിക്കണം. ഈ ഓപ്പർച്യൂണിറ്റിക്ക് എന്താണ് ഗൈസ് പ്രശ്നം? ഓക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാച്ചിങ്ങൊക്കെ പണ്ടേ പ്ലീസ് 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 ഏതെങ്കിലും ഒരു പൊട്ടു പ്ലെയറിന് കിട്ടണേ. നമ്മൾ പൊട്ടു പ്ലെയറിന് കിട്ടാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജയിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FC. പിന്നൊരു കാര്യം, ഞാൻ വീഡിയോ മാച്ച് കളിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നിർത്തും ഗൈസ്. കാരണം നിങ്ങൾക്കറിയാലോ ഗൈസ്, എനിക്ക് വയ്യാന്ന് വെച്ചാൽ വയ്യ. ഞാൻ കുറേ വീഡിയോ എടുക്കാൻ നോക്കണ്ടേ, എത്ര വീഡിയോ എടുക്കാൻ നോക്കിയാലും എന്തെങ്കിലും ഒരു കുലുമാൽ അവിടെ തന്നെ സാധാരണ ഒപ്പിക്കുന്നുണ്ടാവാം, ആരെങ്കിലും ആണ് ഗൈസ് പ്രശ്നം. ഹാരി കെയ്ൻ, ലയണൽ മെസ്സി. ഓ മെസ്സി, ആ ക്യാൻറ്റൻ്റെ വിചാരം ആരാന്നാ എടോ? അതാണ് ഗൈസ്, ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു മാച്ച് ഞാൻ നിൽക്കും ഗൈസ്. ആണ് എൻ്റെ വീഡിയോന് കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടം കമൻറ്റ് ചെയ്യുക ഏത് ഫുട്ബോളറിനെ ഇഷ്ടമെന്ന്. ബേക്ക് വലി, റൊണാൾഡോ, ഷടാ, കാർലോസ് സോളർ, ഫെഡറിക്കോ വാൽവേർഡെ, നെയ്മർ, സോൺ ഹ്യൂമിൻ. ഗൈസ് ഓൻ്റെ പേര് ശരിക്കും ഹ്യൂമിൻ സോൺ എന്നല്ലേ, സോൺ ഹ്യൂമിൻ എന്നല്ലാലോ. ഫൗൾ ഗൈസ്, നെയ്മർ നമ്മൾ റൊണാൾഡോന് ഉന്തിയിട്ടിട്ടുണ്ട്. എടോ എന്താണ് എടാ ഹെർണാണ്ടസ്. ഇപ്പം മറ്റുള്ളവർക്ക് പോയി കൊടുക്കുന്ന മാതിരി. എടാ നുങ്കുലു ഖാൻ്റെ കലൂലു, എൻ്റെ പൊന്നെ, ഫൗൾ 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 ഫൗളേ. നമ്മുടെ റൊണാൾഡോനെ ഫൗള് കാട്ടിക്കണ്ടേ. അവൻ്റെ വിചാരം ആരാന്ന് ഗൈസ്? മെസ്സിനെ കണ്ടോ? റൊണാൾഡോനെ ഉന്തിട്ടുകൊണ്ട് തല്ലാൻ വരിക ഗൈസ് മെസ്സി. ഗെയിം ഏതാണെന്നൊന്നുമില്ല, ഇങ്ങനെ ആക്കാം, എന്നിട്ടൊന്ന് ഇങ്ങനെ ആക്കാം. നമ്മുടെ മെസ്സി അടിക്കാൻ വരുന്നു. എടാ കുഴപ്പമില്ല. ഇന്നെന്താ കാണിക്കണ്ട്? നുങ്കുലു ഖാൻ്റെ അവനക്ക് ആകെ കളിക്കാൻ അറിയുന്നൊരു പ്ലെയറാണ് അതുകൊണ്ട്. അയ്യോ പണിയായി. പക്ഷെ നമ്മൾ ഡിഫൻഡർമാർക്കൊക്കെ എടോ കാർലോസ് സോളാറെ ഓല് മിസ് പാസ് ആക്കുന്നുണ്ട് ഗൈസ് നല്ലോണം. ഓക്കെ മെസ്സി മെസ്സി ഗോൾ, ലിയണൽ ആൻഡ്രസ് മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ഫസ്റ്റ് ഗോള്. ഓൾറെഡി ഫസ്റ്റ് ഗോൾ മെസ്സി അടിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്ന്, 29-ാം മിനിറ്റ്, കറക്റ്റ് 29-ാം മിനിറ്റിലാണ് അടിച്ചത് ഗൈസ് മെസ്സി, ക്യാപ്റ്റൻ. ഓനെ മെസ്സിൻ്റെ സ്കില്ല് ഉണ്ടോ ഗൈസ്? ഓൻ്റെ നാട്ടിലേക്ക് പോയിട്ടുണ്ട് ഗൈസ്. ആണ് മെസ്സിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിൽ ആരാ എന്താന്നൊന്നുമില്ല, മെസ്സി അതാണ് ഗൈസ്. അത് ചെറിയ മിസ്റ്റേക്കാണ്, നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മുഹമ്മദ് ഡിലൈറ്റ് അവൻ്റെ പേര്. എടോ നമ്മളെ ഈ ക്യാൻ്റെ കുറെ നേരമായിക്കുണ്ട്. ഓൻ്റെ വലിയ കാട തോണ്ട് 90-ൻ്റെ ഒറ്റ അല്ല, വലിയ ഷോർക്ക് ഉണ്ട് ആ ക്യാൻറ്റേനെ വെച്ചിട്ടുണ്ട്. ഓനെ തന്നെയാണ് നേരത്തെ മെസ്സി വെട്ടിച്ചേ. ഓനക്കും നല്ലോണം കളിക്കാറിയാം. എന്ത് പി ലെൻഡറിന് അങ്ങനെ എന്തോ എടുത്ത മെസ്സി. ഇങ്ങനെയൊക്കെ പേരുണ്ടാവുമോ? ഡിലൈറ്റ് എടോ എടാ ലൈമർ ശരിക്കും പറഞ്ഞ മുഹമ്മദ് ഡിലൈറ്റ്. എനിക്ക് അവൻ്റെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നത്. മുഹമ്മദ്
ഫെഡറിക്കോ നെയ്മറിന് കൊടുക്കണ്ട. നാളല്ലടോ എനിക്ക് നെയ്മറിന് കൊടുക്കാൻ. ആരെങ്കിലും ഗോളടിക്കട്ടെ വെച്ച് നിൽക്ക്, അല്ലെങ്കിൽ നെയ്മറിന് കൊടുക്കാൻ എനിക്ക് നാളല്ലേ. ഞാൻ ഇപ്പോൾ ആരാണെങ്കിലും ഗോളടിക്കാൻ വേണ്ടി നോക്കും ഗൈസ്. എനിക്ക് നെയ്മറിനെ കൊണ്ട് തന്നെ ഗോളടിപ്പിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണ് ഗൈസ്. നമുക്കിതൊന്നുമില്ല. ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മളൊരു ലീഡിൽ തന്നെയാണ് ഗൈസ്. സെക്കൻഡ് ഹാഫ് എന്താവുമെന്ന് ചിലപ്പോൾ ഒരു ഗോൾ തിരിച്ചടിച്ചിട്ടുണ്ടായില്ല എന്നും പറഞ്ഞ് പണിയാവും ഗൈസ്. ഓൻ തിരിച്ചടിക്കാണ്ട് നോക്കണം ഗൈസ്. നമ്മൾ ഇനി ഗോൾ അടിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല, ഒരു ഗോൾ അടിക്കാണ്ട് നോക്കണം. അതാണ് ഗൈസ് നമ്മളിനി നമ്മുടെ ഡിഫെൻസിലേക്ക് കയറ്റാട്ടോ എല്ലാം. എൻ്റെ പൊന്നെ, ഡിഫെൻസിലേക്ക് കയറ്റി വെച്ച ഉടനെ ഭയങ്കര കളിയാണല്ലോ. അറ്റാക്കിങ് കുറച്ചാണ് എനിക്ക് തോന്നി. ഇനി അറ്റാക്കിങ് കൂട്ടി വെക്കണം. ഓക്കെ, അറ്റാക്കിങ് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഡിഫെൻസിങ് ഇങ്ങനെ കളിക്കണം ഗൈസ്. എന്നാലേ ഓനക്ക് മെസ്സിയൊക്കെ ഉണ്ട്. ഓൻ്റെ വിചാരം ഹാഫ് ടൈമിൽ ഓനക്ക് മെസ്സീനെ ഇറക്കുക, എന്നിട്ട് ഒരു ഗോളടിച്ച് വലിയ കാണിച്ചു കൊടുക്കണം എന്നാ. അത് നടക്കൂല മോനെ ഇവിടെ. എൻ്റെ പൊന്നെ, ഓൻ നോക്ക് നമ്മളെ മെസ്സീനെ ഉന്തിയിട്ടൊക്കെയുണ്ട്, എന്നിട്ട് ഇവനെ ഉന്തിയിട്ട്. ഗൈസ് നമ്മൾ പണി കൊടുക്കും ഗൈസ്. നമുക്കിങ്ങനെ വെറുതെ പിടിച്ച പോടാ ഇവന്മാരെന്താണ്. നെയ്മർ മരിക്കുള്ളൊരു പാസ് കൊടുത്തൊക്കൊള്ളാം നെയ്മർ. ഇതാണ് പ്രശ്നം. നെയ്മർ മരിക്ക് എത്തിക്കൂല ഗൈസ്. ഈ നെയ്മറിൻ്റെ പ്രത്യേകത. ഡിഫിലേക്ക് വെച്ചതാണ് ഗൈസ് പ്രശ്നം. ഓഫ് സൈഡ് ഓൻ ഈ നെയ്മറിന് കൊടുക്കും. എനിക്ക് ഗോളാവില്ലെന്ന് അറിയാം ഗൈസ്. സീരിയസ് ആ നെയ്മറിനും കൊടുക്കും. ഏതായാലും ആ നെയ്മറിന് കൊടുക്കും ഗൈസ്. നല്ല ഉറപ്പുണ്ട് ഗൈസ്. നെയ്മറിന് എന്തെങ്കിലും ഗൈസ് കൊടുക്കും. എനിക്കറിയാം എനിക്ക് നെയ്മറിനെ കൊണ്ടേ ഗോൾ അടിപ്പിക്കാൻ കഴിയുമെന്ന്. ഗൈസ് സീരിയസ് ഡിഫെൻഡിങ്ങിൽ വെച്ചിട്ട് ഇപ്പം എത്ര വലിയ കാര്യമില്ല പറഞ്ഞിട്ടുണ്ടായാൽ ഗൈസ്. വല്ല കാര്യമുണ്ടോ? നമ്മൾ ഇനി നമ്മുടെ ഡിഫെൻഡിങ് എന്താന്ന് വെച്ചാൽ ആവട്ടെ. നമ്മുടെ ഇതാണ് പ്രശ്നം. മരിക്കൊരു പാസ് കൊടുക്കവന്മാർക്ക് എംഡി ലൈറ്റ് മാത്രം. മരിക്ക് ഡിഫെൻസിനല്ല, എംഡി ലൈറ്റിന് മാത്രമേ ഡിഫെൻസ് ചെയ്യാറിയുള്ളൂ. ഡിഫെൻസിന് വേറെ കാർഡില്ലിട്ടാണോ? എടോ ഈ നെയ്മർ കുറച്ച് സീനാണ് ഗൈസ്. അറ്റാക്കിൽ കുറച്ച് പ്രോയാണ്. ഇതിനോ ഗോളിട്ട നെയ്മർ ഫാനാ തോന്നുന്നുണ്ട് ഗൈസ്. മരിക്കുള്ളൊരു പാസ് കൊടുക്കാൻ ഞൊടേൻ്റെ അടുത്ത് കൊടുക്കണ്ട. ഈ കുരങ്ങനെ ഒന്ന് റെഡ് കാർഡ് ഇട്ട് പോയിക്കണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്ക്. ഇതെന്താ ഗൈസ്, നമ്മളെ ടീം തന്നെ പാസ് കൊടുത്തിട്ടുണ്ട്. മെസ്സിനെ ഉന്തിയിടുകയായിട്ട്. ആ മെസ്സിയാ ഉന്തിയിട്ട്, നമ്മളൊന്നല്ല. ഇതന്നെ ഓൻക്ക് കൊടുക്കല്ലേ. കൊടുത്തു, നന്നായിട്ട് പാസ് കൊടുത്തു. ഡോണറൂമയ്ക്ക് പാസ് കൊടുക്കാറില്ലേ നെയ്മർ? ഒന്നും നോക്കണ്ട, പാസ് കൊടു. മെസ്സി ടു ഹെർണാണ്ടസ്. അതാ ഓൻ്റെ അടുത്ത കാർലോസ്. ഇങ്ങോട്ടോട്. ഈ മെസ്സിനെ കൊണ്ട് സ്കില്ല് കാണിക്കാൻ കുറച്ച് പാടുണ്ട്. കാർലോസ് സോളാർ. കളി കഴിഞ്ഞ് ഒരു ഗോൾ അടിക്കാണ്ട് നോക്കണം. നെയ്മർ. റൊണാൾഡോ. ചേടാ ഈ റൊണാൾഡോ ഒഡീഗ്രാഡ്. എടോ ഇവന്മാരെ കൊണ്ട് തോറ്റ്. ഈ മെസ്സിക്ക് മാത്രം എന്നിട്ട് കളിക്കാൻ അറിയുന്നവൻ പറയുന്നുണ്ട്. സീരിയസ്. ഓക്കെ ഗൈസ്, നമ്മൾ 50-50 പൊസിഷനൊക്കെയാണ്. നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പെസ്സിൻ്റെ വേണോ അതോ FC മൊബൈലിൻ്റെ വേണം? FC മൊബൈലിൻ്റെ ഓൾറെഡി ഞാൻ ചാമ്പ്യൻസ് ലീഗിൻ്റെ വീഡിയോ കിട്ടുകയാണ്. നമുക്കിനി ഏതെങ്കിലും പ്ലെയറിനെ എടുക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും എംബാപ്പേനെ എടുക്കണം, അല്ലെങ്കിൽ ഹോളണ്ടിനെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ആരുവാണെങ്കിൽ നമ്മൾ പൈസ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അതാ പറഞ്ഞത്, നമ്മളെ ഫാൻസിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും ഗൈസ്. നമ്മളെന്തും ചെയ്യും. ഗെയിം പ്ലാൻ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. നമ്മളെ വീഡിയോ അർണവ് GM വെബ് എന്നാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറച്ച് ഗൈസ്, വെറും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ട് പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. നമ്മളെ ടീം ഇത്രയും വലിയ ടീമൊന്നുമല്ല. സെൻട്രൽ ഫോർവേഡായിട്ട് ലിയണൽ മെസ്സി, അതിനുശേഷം റൊണാൾഡോ, നെയ്മർ, ഒഡിഗാർഡ്, ജൂഡ് ബെല്ലിംഗം, ഹാരി കെയ്ൻ, കെ ലൈമർ, ഡി ലൈറ്റ്, ഹെർണാണ്ടസ്, കാർലോസ് സോളാർ ആൻഡ് ഫൈനലി ഗോൾ കീപ്പർ ഡൊണാറൂമ. ഇത്രയും പേരാണ് ഗൈസ് നമ്മളെ ടീമിലൊക്കെ ഉള്ളത്. ഇത്ര പേരാണ് നമ്മളെ ടീമിലൊക്കെ ഉള്ളത് ഗൈസ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, അടുത്ത വീഡിയോ എങ്ങനത്തെ വീഡിയോ വേണം? FC മൊബൈൽ വേണോ അതോ വേറെ വല്ല ഗെയിം? നിങ്ങൾ പറ ഗൈസ്. മൊബൈലിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗെയിം കളിക്കാനുണ്ടെങ്കിൽ പറ ഗൈസ്. അത് MBൻ്റെ ഗെയിം മാത്രമേ പറയാൻ പാടുള്ളൂ ഗൈസ്. GB പറയരുത് ഗൈസ്. നമ്മൾ ഈ PES തന്നെ GB ഒക്കെ കൊടുത്തിട്ടാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ MBൻ്റെ ഗെയിം വേണമെങ്കിൽ ഗ്രാനി കളിക്കാൻ പറ, ഞാൻ ഗ്രാനി കളിക്കാം. അല്ലെങ്കിൽ വേറെ ഞാൻ എല്ലാ ഗെയിമിങ്ങും നടത്തും. ഈ വെറും ഫുട്ബോൾ മാത്രമല്ല, എല്ലാ ഗെയിമിങ് എന്ന് വെച്ചാൽ എല്ലാ ഗെയിമിങ് കാര്യങ്ങളും നമ്മൾ നടത്തും ഗൈസ്. നമ്മൾ നടത്തും. നമുക്ക് വേണമെങ്കിൽ പാക്സിൽ പോയി നോക്കിയത്. ലിയോ മെസ്സി ഇവനെനിക്കുണ്ട് ഓൾറെഡി, എനിക്കാവശ്യമില്ല. പ്ലീസ് ഗൈസ് പ്ലീസ്. നമുക്ക് ലിസ്റ്റിൽ പോയിട്ട് കുറച്ച് പ്രോ അല്ലാത്തതിലേക്ക് പോകണം. 1,00,000 അല്ലാത്തതിലേക്ക് പോകണം ഗൈസ്. ഓക്കെ, ഇവിടം വരെയൊക്കെ ഇതിനെക്കാട്ടും കുറച്ച് ബേക്കിൽ. ഓക്കെ, ഇതിനെക്കാട്ടും കുറച്ചും കൂടി ബേക്കിൽ ഗൈസ്. ഓക്കെ, ഇതൊക്കെ മതി ഗൈസ്. ടലിസ്ക എടുക്കാൻ പറ്റുമോ നോക്കാം. അവിടെ നെയ്മർ ഉണ്ട് ഗൈസ്, കോൺകാലോ റാമോസ്. എനിക്ക് വേണ്ടതൊരു സെൻട്രൽ ഫോർവേഡാണ് ഗൈസ്. നല്ലൊരു ഫോർവേഡ് ലിസാൻഡ്രോ മാർട്ടീനസ്. എനിക്ക് ഓനെ വേണം. നമ്മളെടുക്കുക ഗൈസ്. അങ്ങനെ നമ്മളെ എനിക്ക് എന്നെക്കാട്ട് വില ഉണ്ട് ഗൈസ്. വില ഇല്ലാത്ത ഈ സെൻട്രൽ റൈറ്റ് ബാക്ക് കാർലോസ് സോളർ ഉണ്ടല്ലേ, ശരിയാ. ലെഫ്റ്റ് ബാക്ക് ഗൈസ് റിച്ചാർലിസൺ എനിക്ക് എടുക്കണം. പക്ഷെ എനിക്ക് ഭയങ്കര പൈസയാണ് എടുക്കാൻ കഴിയൂല. അവർക്ക് ഭയങ്കര പൈസയാണ് ഗൈസ്. ഹാരി മഗ്വയറിനെ ഞാൻ ഒന്നും നോക്കാണ്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. കാരണം ഹാരി മഗ്വയർ ദ ബെസ്റ്റ് ഡിഫൻഡർ ഗൈസ്. ഹാരി മഗ്വയർ. നമുക്കിനി ഒരേ ഒരു പൈസ 21,000 രൂപ മാത്രമേ ഉള്ളൂ ഗൈസ്. ഹാരി മഗ്വയറിനെ കിട്ടിയത് ഏതായാലും പൊളിച്ചെന്ന് വെച്ചാൽ പൊളിച്ച്. ഗെയിം പ്ലാൻ പോവാം. നമ്മുടെ ലാ ടാറ്റ ബൈ ഗുഡ് ബൈ. പ്ലീസ് ഹാരി മഗ്വയർ. ഇവൻ 85 ആണോ? കെ ലൈമർ ഇപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ ഗൈസ്. എനിക്ക് ഹാരി മഗ്വയറിനെ എടുക്കാൻ കഴിയില്ല. ഗൈസ് നോ, സാരില്ല. നമ്മൾ വെച്ചേക്കാം ഗൈസ്. ഓനെ ഏതായാലും നമ്മൾ വെച്ചേക്കാം. നല്ല പ്ലെയറല്ലേ. നമുക്ക് ഒരു മാച്ചും കൂടെ കളിക്കാം ഗൈസ്. വേണ്ട ഗൈസ്, നമ്മൾ ഒരു മാച്ച് കളിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എന്താണ് നമ്മളിങ്ങനെ അലമ്പാക്കി കൊണ്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി അടുത്തൊരു മാച്ചുമായിട്ട് വരാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് ഗെയിമാണ് വേണ്ടതെന്ന്. അപ്പോൾ ബൈ.